ഹായ് കൂട്ടുകാരെ, ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പ് എളുപ്പത്തിൽ വളരുന്ന ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചാണ്. അതാണ് ചേമ്പ്. എല്ലാവർക്കും അറിയാമല്ലേ ചേമ്പ്. പലരും രുചികരമായ കറിയായും മെഴുക്ക് പുരട്ടിയായും കഴിക്കുന്ന ചേമ്പിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി എന്തായാലും നോക്കാം. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് നല്ല ഊർജ്ജം നൽകുന്നു. ചേമ്പിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമുണ്ട്. അതിനാൽ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചേമ്പ് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ് നടുന്നതിന് ഒരു സമയമുണ്ട്. സമയം എന്ന് പറയുമ്പം കുംഭം, മീനം, മകരം ഇങ്ങനെ വരുന്ന ദിവസങ്ങളിലാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ആ നടുന്ന കറക്റ്റ് ടൈം അറിയാമെന്നുള്ളൊരു വീഡിയോ കറക്റ്റ് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ എന്തായാലും നമ്മുടെ വീടിപ്പോൾ തൽക്കാലം മാറിയുണ്ട്. ഒരു വാടക വീട്ടിൽ വന്നപ്പോൾ അവിടെ നിന്ന് ഒരു ചേമ്പാണ്. ഒന്നല്ല, ഇതാ ഞാൻ ജസ്റ്റ് ഇപ്പുറത്തൂടെ കാണിക്കാം. ഇതാക്കിനുണ്ട് ഇച്ചിരി വലിയ ചേമ്പാണ് ഇതാ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് നമ്മളിവിടെ നിന്ന് ഈ പോച്ചയും കാര്യങ്ങളൊക്കെ ചെത്തിപ്പറക്കി ഇട്ടപ്പം ഇപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെരുമരം എന്ന് പറയുന്ന ഒരു ചെടിയുടെ നിൽപ്പുണ്ട്. അത് കണ്ടോ, അതിനെന്തായാലും ഞാൻ ഒടിച്ച് കളഞ്ഞ് അത് പനലാണ്. അപ്പോൾ എന്തായാലും പോണതിന് മുമ്പ് നമുക്ക് 2 ചേമ്പിൻ്റെ കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം അതിൽ ഇതുണ്ട്. എന്തായാലും അത് ഞാൻ തോണ്ടി കാണിക്കുന്നില്ല. കായുണ്ട്, കായല്ല, അതിൻ്റെ കിഴങ്ങുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ദഹനത്തിന് നല്ലത്. ചേമ്പിൻ ഫൈബർ ധാരാളമുണ്ട്. ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം കുറയ്ക്കാനും സഹായിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇത് നല്ല രീതിയിൽ പുഴുങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ പുഴുങ്ങുന്നതിനോട് ഞങ്ങൾ തീരെയും ചേമ്പും കിഴങ്ങ് പുഴുങ്ങി കഴിയുമ്പോഴെന്ന് വെച്ചാൽ മുളക് പൊടി, ശകല ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് കുഴച്ചാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഹൃദയാരോഗ്യത്തിന് സഹായം. പൊട്ടാസ്യം അടങ്ങിയതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായമാകാം. ഇത് ഹൃദയരോഗത്തിനും ഗുണം ചെയ്യും. അപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. എന്ന് പറയുമ്പം ഇതിപ്പം ചേമ്പെന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ഈ സാമ്പാറിലിടുന്ന ചെറിയ ചേമ്പ്. ഇത് ചെറിയ ചേമ്പല്ല, ഇത് പാൽ ചേമ്പാണ് കേട്ടോ. ഇത് വലിയ അത്യാവശ്യം നീളം വരുന്ന ചേമ്പാണ്. പിന്നെ അടുത്ത നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി. വിറ്റാമിൻ സി ഉൾപ്പെടെയുള്ള ചില പോഷകങ്ങൾ ശരീരത്തിലെ പ്രതിരോധ ശേഷി നിലനിർത്താൻ സഹായിക്കുന്നു. അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്നത് അസ്ഥികളുടെ ആരോഗ്യം. മാഗ്നീഷ്യം പോലുള്ള ധാതുക്കൾ അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായകരമാണ്. ആറാമത്തെ ഗുണമെന്ന് പറയുന്നത് വയറ് നിറഞ്ഞ അനുഭവം. ഫൈബർ ഉള്ളതിനാൽ കൂടുതൽ നേരം വിശപ്പ് തോന്നാതിരിക്കാൻ സഹായിക്കും. അതിനാൽ മിതമായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഓവറായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ടെമ്പറായിപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വയറിന് കൊള്ളാമെന്നുള്ളൊരു ഇതുണ്ട്. അത് ഏതൊരു ഭക്ഷണം കഴിച്ചാലും അങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹനം അതുള്ള കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ ഇലയും ഗുണമുള്ളതാണ്. ഈ കാണുന്ന ഇലയുണ്ടല്ലോ, ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരുപാട് വാച്ച് ഈ ഇല ഉണ്ടല്ലേ, ഈ ഇലയും നല്ല ഗുണമുള്ളതാണ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ ചേമ്പില ഉപയോഗിച്ച് വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഇലയിലും പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ പാകം ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും പറയും പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേമ്പ് കൊണ്ട് നമുക്ക് ഇലക്കറി ഉണ്ടാക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ ചേമ്പിനെ പോലെ തന്നെയാണ് നമ്മൾ രസമൊക്കെ വയ്ക്കുന്നത്, തീയലൊക്കെ വയ്ക്കുന്ന ഒരു ചേമ്പുണ്ട്. നീല കളറാണ്, ഒരു ബ്ലാക്ക് കളറാണ്. ഒരിക്കൽ ഞാൻ ഇതുപോലെ തോട്ടുപറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ വെച്ച് നല്ല തീയലൊക്കെ വെച്ചായിരുന്നു കേട്ടോ. തീയൽ വെച്ച് കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ വായെല്ലാം നല്ല ചൊറിച്ചിലായി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഉപയോഗ ഗുണമുള്ള ചേമ്പാണോ എന്ന് മാത്രം നോക്കുക. എന്നിട്ട് പിന്നെയെന്ന് പറയണത് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അടുത്ത കാര്യമാണ് മുമ്പോട്ട് പറയുന്നത്. ചേമ്പ് ഒരിക്കലും പച്ചയായി കഴിക്കരുത്. പച്ചയായി ഞാനും കഴിക്കരുത്. നന്നായി വേവിച്ച ശേഷം മാത്രമേ കഴിക്കാവൂ. അല്ലെങ്കിൽ തൊണ്ടയിൽ ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകും. ചിലർക്ക് വൃക്കക്കല്ല് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുന്നത് നല്ലതാണ്. അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിത് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ എങ്ങനെയാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ അതൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ ഡോക്ടറുടെ അടുത്തൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ആഹാരം കഴിക്കുന്നതിൽ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത്. അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു അസുഖം ഉള്ളപ്പോൾ നമ്മൾ ഇന്ന സാധനം ഡോക്ടർ കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ഒന്ന് ചോദിക്കുക, ഡോക്ടറെ ഞാൻ ഇന്നത് കഴിക്കുകയാണ്, അത് കഴിക്കുന്നതുകൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ? കഴിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഒരു സാധനം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ അത് കഴിക്കാതെ തന്നെ ഇരിക്കുക. ഇപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും ഇരുന്നോട്ടെ, നമുക്കൊരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ന സാധനം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കരുത്.
പിന്നെ കൊതി തോന്നുമ്പോൾ ഡോക്ടറെ ചോദിക്കുക, ഡോക്ടറെ ഒരു കഷ്ണം വല്ലതും കഴിച്ചോട്ടെ എന്ന് ചോദിച്ച് ഡോക്ടർ മെയിനായിട്ടൊരു കാര്യം പറയണമെങ്കിൽ മാത്രം നമ്മൾ കഴിക്കാൻ നിൽക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പിൽ വരുന്ന സാധാരണ ചേമ്പ് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒരു മികച്ച ഭക്ഷണമാണ്. മിതമായ അളവിൽ നന്നായി വേവിച്ച് കഴിച്ചാൽ ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ് കൊണ്ട് നമുക്ക് പല രീതിയിലും നമ്മൾ ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വടക്കോട്ട് പോയപ്പോൾ തന്നെ അവിടെ ചേമ്പ് പുഴുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിച്ച് അവർ നല്ല മുളക് ചമ്മന്തി ഇട്ട് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏത് ആഹാര സാധനത്തിനായാലും നമ്മുടെ വീട്ടുപ്രദേശത്ത് നമ്മൾ നട്ടുള്ളതാണ് ചേമ്പോ ചേനയോ കപ്പയോ മരിച്ചിനിയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എന്ത് ഫലമായാലും അതിനെല്ലാത്തിനും ഓരോതായ ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിക്കുമ്പം അസുഖങ്ങളുള്ളവർ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പം മെയിനായിട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ മെയിനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഷാജി ഒരു ചെറിയ ഫാമിലി, സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചേമ്പിൻ്റെ അത്ഭുത ഗുണങ്ങൾ.